മാങ്കൂട്ടം തെറ്റുകാരനല്ല, സത്യം തെളിയുമെന്നാണ് പത്മജ പറഞ്ഞു വെക്കുന്നത്. അതായത് കോൺഗ്രസുകാർ മനഃപൂർവ്വം ജനങ്ങളുടെ മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാനാണ് സസ്പെൻഷൻ നാടകം കളിച്ചതെന്നാണ് കാലുമാറിയ പത്മജ പറഞ്ഞു വെക്കുന്നത്. കുറെ നാള് കഴിയുമ്പോൾ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്നും വിശുദ്ധരാണെന്നും പറഞ്ഞും പരാതി നൽകിയ സ്ത്രീകൾ തെറ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വരുമെന്നാണ് പത്മജയുടെ വാദം. എന്തായാലും നിന്ന നിപ്പിൽ കാലുമാറിയ പത്മജയ്ക്ക് ഇത് പറയാൻ തോന്നിയത് നന്നായി. എന്തായാലും സത്യം പുറത്തു വരട്ടെ എന്നാണ് പത്മജയുടെ വാക്കുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് BJP നേതാവ് പത്മജ വേണുഗോപാൽ എത്തിയത്. ഇന്നലെ 3 മണിവരെ രാജിവെക്കണമെന്ന് പറഞ്ഞവർ അതിനുശേഷം നിലപാട് മാറ്റിയെന്ന് ചൂണ്ടിക്കാണിച്ച പത്മജ വേണുഗോപാൽ ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത് എന്നാണ് ചോദിച്ചത്. ആരാണ് സമ്മർദ്ദം ചെലുത്തിയതെന്ന ചോദ്യവും പത്മജ ഉന്നയിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരാതിയൊക്കെ നന്നായി വന്നിട്ടുണ്ടെന്നും അത് പലരുടെയും കയ്യിലുണ്ടെന്നും പത്മജ വ്യക്തമാക്കി. തനിക്കും പലതും അറിയാമെന്നും തന്നോട് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും പത്മജ വെളിപ്പെടുത്തി. ഇതിൽ ഒരു അന്വേഷണ കമ്മീഷനെ ഇനി രൂപീകരിക്കണം. ഇതോടെ എല്ലാം അവസാനിക്കും. പെൺകുട്ടി VD സതീഷിന് പരാതി നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് നടപടിയാണ് ഉണ്ടായതെന്നും പത്മജ ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ തടി രക്ഷിക്കണമെന്ന് മാത്രമേ എല്ലാവർക്കുമുള്ളൂ. ഇതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന പത്മജയ്ക്കാണ്. കാരണം സ്വന്തം തടി നോക്കിയാണല്ലോ രാവിലെ മുതൽ പാർട്ടി മാറുന്നില്ല എന്ന് പറഞ്ഞ പത്മജ വൈകുന്നേരത്തോടു കൂടി താൻ BJPയിലേക്ക് ചേരാൻ പോകുന്നു എന്ന് വലിയ വായിൽ പറഞ്ഞത്. ഏത് സ്ത്രീക്കാണ് മാന്യമായി അവിടെ ചെന്ന് കയറാൻ കഴിയുക എന്നും പത്മജ ചോദിക്കുന്നുണ്ട്. സ്ത്രീകൾ ഇനി എങ്ങനെയാണ് MLA കാണാൻ പോകുന്നത് എന്നും പത്മജ മാങ്കൂട്ടത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആളുണ്ടെന്നും പത്മജ ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും നടപടി ഉണ്ടാകില്ല. പരാതി പറഞ്ഞവർ മോശക്കാരും തെറ്റുകാരൻ വിശുദ്ധനുമാകും. അതാണ് കോൺഗ്രസ് പാരമ്പര്യമെന്നും പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നും പത്മജ ചൂണ്ടിക്കാണിച്ചു. K. മുരളീധരൻ മാത്രമാണ് രാഹുൽ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് എന്നും ബാക്കി ആരും ഒന്നും മിണ്ടിയിട്ടില്ല എന്നും പത്മജ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് BJP പറഞ്ഞിട്ടുള്ളത്. രാജി വേണ്ടെന്ന് തീരുമാനിക്കാൻ അതൊന്നും അല്ല കാരണം. പലരുടെയും തല പോകും എന്നതാണ് കാരണം. രാഹുലിന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് കുറെ നാളെ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെയും ഡൽഹിയിലെയും നേതാക്കളാണ് രാഹുലിനെ സംരക്ഷിക്കുന്നതെന്നും പത്മജ കുറ്റപ്പെടുത്തി. രാഹുൽ രാജിവെക്കരുത് എന്നതാണ് CPIMന്റെ ആവശ്യമെന്നും പത്മജ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് അവരുടെയും ആഗ്രഹം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ CPMന് ഗുണമുണ്ടാകില്ല എന്നവർക്ക് നല്ല പോലെ അറിയാം. കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് ധാരണയുമുണ്ട്. എല്ലാം ഒന്ന് തുറന്നു പറയാൻ കഴിയില്ല. പണ്ടൊക്കെ 1-2 ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇപ്പോൾ എല്ലാവർക്കും ഗ്രൂപ്പാണെന്നും പത്മജ കുറ്റപ്പെടുത്തി. പത്മജയുടെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാൻ തന്നെ എൻ്റെ തോൽവിനെ പറ്റി കൊടുത്ത പരാതി എനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് KPC പ്രസിഡന്റ് പറയുന്നത് കേട്ടപ്പോൾ, കാരണം കൊടുത്ത ഞാൻ പറയണത് കിട്ടിയ ആള് പറഞ്ഞത് പരാതി കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഇതും അത്രയേ ഉള്ളൂ. പരാതിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് പലരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാര് കള്ളത്തരധികം പറയാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് ശ്രീ VD സതീശനോടൊന്ന് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിനോട് കുറച്ചു കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി എടുത്തു? അത് നമുക്കും കൂടി അറിയണ്ടേ. ഇത് ലീഗലായിട്ട് പോവാം, അല്ലെങ്കിൽ KPC പ്രസിഡന്റിനോട് പറയാം, അല്ലെങ്കിൽ AICCയിൽ പറയാം. ഇതിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരൊക്കെ വിചാരം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു, ഇതിനെപ്പറ്റി പറഞ്ഞു, എല്ലാ ന്യൂസുകളും പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് വല്ല അനക്കമുണ്ടാ? അയാൾ അനങ്ങില്ല. കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോകും. അതുകൊണ്ട് അവര് നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല, ഞങ്ങളുടെ തടി രക്ഷിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ ഒരു വിശ്വാസ്യതയും ആർക്കുമില്ല. ഈ ഇദ്ദേഹം MLA ആയിട്ട് തുടർന്നാൽ, MLA ആയിട്ട് തുടരാണ്ടിരിക്കുക, കാരണം കോൺഗ്രസ് പാർട്ടിയാണ്, എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും? ഒരു MLA ഓഫീസിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒരു ആളടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും, ആ സ്ത്രീനെ പറ്റി പറയും, ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും. അപ്പൊ ഒരു സ്ത്രീയും എനിക്ക് തോന്നുന്നില്ല ഇനി പ്രത്യേകിച്ച് പാലക്കാടത്തെ
അവർ വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാലക്കാടത്ത്. അപ്പൊ അങ്ങനെയുള്ള അവർ ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരാണ്? പിന്നെ ഇദ്ദേഹത്തെ ആര് സംരക്ഷിക്കും? ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കൂടെ കണ്ടാൽ നമുക്ക് പറയേണ്ടി വരും ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം അദ്ദേഹത്തിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടേ? ആര് സംരക്ഷിക്കും? പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട്. എന്നെ റോട്ടിൽ തടയുന്ന പറഞ്ഞിരുന്നത് BJP പോയപ്പോ. ഇനിയിപ്പോ എന്തിന്റെ പേരിൽ അങ്ങനെ തന്നെ തടയാവോ? കാരണം അദ്ദേഹം ഒന്നുമല്ലാത്ത പരുവത്തിലായിരിക്കണതേ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് BJPയിൽ അന്തസ്സായിട്ട് നിൽക്കുന്ന എന്നെ എങ്ങനെയാ തടയാന്ന് എനിക്കൊന്ന് കാണണം. അതെന്റെ ഒരു എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ്. അങ്ങനെ പാടില്ല, പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ. കാരണം അത്രയും മോശമായിട്ടാണ് എന്നെ എന്റെ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നത്. അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടുമില്ല, ഈ ജന്മത്തിൽ ഇനിയോട്ട് മിണ്ടുമില്ല. എനിക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ എന്ന് എന്റെ അച്ഛനെ പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം. എന്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പറയുന്നതിൽ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ആരെയും പേടിക്കില്ല. എന്തിനാ പറയണ്ടത്? രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി? 10-15 മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അപ്പൊ അതേമാതിരി ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ MLA ആണ്. അവര് വളരെ നല്ലൊരു സ്ത്രീ, നല്ലൊരു എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ്. എന്തൊക്കെയാ അവരെ പറ്റി പറയണത് ആരാ? ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിന്റെയും ആളുകൾ കുറച്ചു പേരെ വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നെയൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല. ഞാൻ ഇപ്പൊ അതുകൊണ്ട് കമന്റ്സ് നോക്കാറില്ല. എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ എഴുതും, എന്റെ മനസ്സിലുള്ള ഞാൻ എഴുതാറുണ്ട്. അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയുന്നത്. കാരണം നിങ്ങൾ എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ് ചത്തൂടായിരുന്നു? ആ രീതിയിലുള്ള, അപ്പൊ അത്രയും മോശം മനസ്സുള്ള കുറെ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവര്. അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ MLA-നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന, കേരളത്തില് എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ. ഇവരുടെയൊക്കെ ഒരു മനസ്സ് ഇവർക്ക് മനസ്സിലാവണില്ലേ? കാരണം ഏതൊരു, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർക്ക്, നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം. ഇനി ധൈര്യമായിട്ട് ഇങ്ങോരുടെ അടുത്ത് പോവാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന്? ആർക്കു വേണ്ടിയ MLA സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ ഇരുത്തിയിട്ടുള്ളത്? വേറെ ഒന്നുമല്ല, സ്വന്തം തടി പഠിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല അദ്ദേഹം രാജിവെക്കില്ല. ഇതിങ്ങനെ നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയല്യൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും. അതാണ് ഉണ്ടാവുന്നത്. ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആള് വിശുദ്ധനാവും. അതാണ് കോൺഗ്രസ് പാരമ്പര്യം. അത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞാനും അതിലേക്ക് ജനിച്ചു വീണതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയണ്ടത്, എല്ലാ വൃത്തികളുടെ ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട്. അവര് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാം. ഇപ്പൊ തന്നെ എന്തൊക്കെയായിരുന്നു, MLA സ്ഥാനം രാജിവെക്കണോ അല്ലെങ്കിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോന്ന്. ആ സലീം കുമാർ പറഞ്ഞ മാതിരി ഇപ്പൊ എല്ലാം കൂതാഹവ. അത് കഴിഞ്ഞപ്പോ ഒന്നുമില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ബഹളം ഉണ്ടാക്കി ഇതാക്കി. അപ്പൊ നമ്മൾ ചോദിച്ചോ, പറയണ വലിയ നേതാക്കന്മാരല്ലേ, ഇപ്പൊ സംഭവിക്കും എന്ന് ചോദിച്ചു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അത് ഇനിയിപ്പം എല്ലാവരും വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ഈ തലമുറ കണ്ടു വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെ ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ നിങ്ങളെപ്പോലും മിണ്ടാതാക്കി അവര്. കാരണം അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ള ആയുധം എന്താണ്, എങ്ങനെ നിശബ്ദരാക്കി, അത് കാലം തെളിയിക്കും. കാരണം എല്ലാ സത്യങ്ങളും ഒരു കാലത്ത് പുറത്തു വരുന്ന വിശ്വസിക്കുന്ന